ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA Chaser. സോ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. LRDയുടെ ബേസിക്സിനെ പറ്റിയാണ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അറേഞ്ച്മെൻറ്റിനെ പറ്റിയാണ്. അറേഞ്ച്മെൻറ്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ലീനിയർ അറേഞ്ച്മെൻറ്റും സർക്കുലർ അറേഞ്ച്മെൻറ്റ്. എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത്? അറേഞ്ച്മെൻറ്റ്സ് ലീനിയർ അറേഞ്ച്മെൻറ്റും സർക്കുലർ അറേഞ്ച്മെൻറ്റും. ഒരു വലിയൊരു സെറ്റായിട്ടായിരിക്കും നമുക്ക് എന്തായാലും അറേഞ്ച്മെൻറ്റ്സ് തരുന്നത്. അപ്പം വലിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ റീഡിങ് കോംപ്രഹെൻഷൻ അടിപൊളിയാക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കണം. അതിൽ ഓരോ സെൻറ്റൻസും അവർ കൺഫ്യൂസിങ് ആയിട്ടായിരിക്കും തരണം. ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഉള്ള തെറ്റായിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി മാത്രമേ ലീനിയർ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതാവും. ലീനിയർ അറേഞ്ച്മെൻറ്റ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്: ഹൊറിസോണ്ടലായിട്ടും ഉണ്ട്, വെർട്ടിക്കലായിട്ടും അവൈലബിൾ ആണ്. വെർട്ടിക്കലായിട്ടും അറേഞ്ച്മെൻറ്റ്സ് കാണും. ദെൻ സർക്കുലർ അറേഞ്ച്മെൻറ്റ്സിൽ അത് ഒരു സർക്കിളിൻ്റെ അകത്ത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നോക്കിയിരിക്കുന്ന ആളുകളും വെളിയിലോട്ട് നോക്കിയിരിക്കുന്ന ആളുകളും കാണും. സോ അതെല്ലാം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലീനിയർ അറേഞ്ച്മെൻറ്റ്സിനെ പറ്റി സംസാരിക്കാം, അതിലെ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്സിനെ. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് മിക്കവർക്കും കൺഫ്യൂസിങ് ആവണ ഒരു സെൻറ്റൻസ് ആണ്. ഇപ്പം നമ്മളടുത്ത് മെയിൻലി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡയറക്ഷൻസ്. എല്ലാ ക്വസ്റ്റ്യൻസിലും ഡയറക്ഷൻ അവർ തന്നിരിക്കും. അപ്പോൾ അവർ പറയാണ്, അപ്പോൾ ഡയറക്ഷൻ എന്തൊക്കെയാണെന്ന് അറിയില്ല, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പം എല്ലാ ക്വസ്റ്റ്യനിലും അവർ കൊടുത്തിരിക്കും A ഈസ് ഫേസിങ് നോർത്ത് ഓർ B ഈസ് ഫേസിങ് നോർത്ത് എന്ന് പറയുമ്പം A എന്ന് പറയുന്ന ഒരു പേഴ്സൺ നോർത്തിലോട്ട് നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ വരയ്ക്കുക, നോർത്തിലോട്ട് നോക്കിയിരിക്കുക. എന്നാൽ സൗത്തിലോട്ട് നോക്കിയിരിക്കാൻ പറഞ്ഞാൽ താഴോട്ട് നമ്മൾ നോക്കിയിരിക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോർത്തിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മളെ ലെഫ്റ്റ് സൈഡാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതിൻ്റെ റൈറ്റാണ് നമ്മുടെ റൈറ്റാണ് അതിൻ്റെ റൈറ്റ് സൈഡ്. എന്നാൽ നമ്മൾ തിരിച്ച് സൗത്തിലോട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് ആ ആളുടെ റൈറ്റും, നമ്മുടെ റൈറ്റാണ് ആളുടെ ലെഫ്റ്റും. മനസ്സിലായിക്കോ? ഒരാൾ നോർത്തിലോട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ എടുത്താൽ മതി. എന്ന് പറയുമ്പോൾ നിങ്ങളെ വലത്തെ സൈഡാണ് പുള്ളിക്കാരൻ്റെ വലത്തെ സൈഡ്, നമ്മളെ ഇടത്തെ സൈഡാണ് പുള്ളിയുടെ ഇടത്തെ സൈഡ്. എന്നാൽ സൗത്ത് ഡയറക്ഷനിലാണ് ആളിരിക്കണമെങ്കിൽ നമ്മളെ ലെഫ്റ്റ് സൈഡ് അയാളെ റൈറ്റ് ആയിരിക്കും, നമ്മളെ ലെഫ്റ്റ് സൈഡ് അയാളെ റൈറ്റ് ആയിരിക്കും. മനസ്സിലായോ? അഥവാ ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ ഡയറക്ഷൻ നോർത്തായിട്ട് തന്നെ എടുക്കുക. കാരണം നോർത്ത് ആകുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാമല്ലോ, കാരണം നമ്മളെ റൈറ്റ് സൈഡല്ലേ ആ ആളിൻ്റെ റൈറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതിയാൽ പോരെ. അപ്പം കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം, ചിലർക്ക് കൺഫ്യൂസിങ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള: A ഈസ് സിറ്റിംഗ് 2 people 2 place to the left of B. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തിയാൽ ശരിയാവൂലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഡയറക്ഷൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ ആളിനെ എന്തോന്ന് ചെയ്യാം, നോർത്തിലോട്ട് നോക്കുകയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈസി അല്ലേ? അപ്പം നമ്മളടുത്ത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? A ഈസ് സിറ്റിംഗ് 2 place to the left of B. ബിയുടെ ലെഫ്റ്റിലാണ് ഇരിക്കണം. അപ്പം ഇപ്പം നമ്മളൊരു 8 പേരെ വരയ്ക്കണം. 1 2 3 4 അല്ലെങ്കിൽ 3 4 5 6 പേരെ വരയ്ക്കണം. അപ്പം ബിയെ ഞാൻ ഇതായിട്ട് എടുത്ത്, ബീൻ്റെ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ആളാണ് എന്ന് പറയുമ്പോൾ, ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ലെഫ്റ്റ് തന്നെ, കണ്ടില്ലേ? അപ്പോൾ 1 2 രണ്ടാമത്തെ ലെഫ്റ്റിലാണ് പുള്ളി ഇരിക്കുന്നത്. അപ്പോൾ A എവിടെ ഇരിക്കണം? രണ്ടാമത്തെ ലെഫ്റ്റ്. A ഈസ് സിറ്റിംഗ് 2 place to the left of B. ബിന്ന് 1 2 രണ്ടാമത്തെ പ്ലേസിലാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പം ലെഫ്റ്റാണ് എടുക്കണം. ഇപ്പം നമ്മൾ ബീൻ്റെ പൊസിഷൻ നമ്മൾ എങ്ങനെ എടുക്കുകയാണ്? ഒരു സൗത്തിലോട്ട് തിരിഞ്ഞിരിക്കണ ഒരാളാണ്, എല്ലാവരും സൗത്തിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ് എന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ ബിയുടെ പൊസിഷൻ കണ്ട, ഇനി ഇവിടുത്തെ റൈറ്റാണ്, നമ്മളെ റൈറ്റാണ് അതിൻ്റെ ലെഫ്റ്റ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റിലോട്ട് പോവുകയാണ്. അപ്പം 1 2 രണ്ടാമത്തെ പ്ലേസിലാണ് A ഇരിക്കണം. എയും സൗത്തിലോട്ടല്ലേ ഇരിക്കണം. എന്നാൽ ചില ക്വസ്റ്റ്യനിൽ A നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കണം എന്ന് പറയും. അത് വലിയ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇതെന്തായാലും ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്. എന്ന് പറയുമ്പോൾ A ഈസ് സിറ്റിംഗ് 2 place to the left of B എന്ന് പറയുമ്പോൾ നമ്മൾ സൗത്ത് ഡയറക്ഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് അതിൻ്റെ റൈറ്റ് സൈഡ്, നമ്മുടെ റൈറ്റ് സൈഡാണ് അതിൻ്റെ ലെഫ്റ്റ്. മനസ്സിലായോ? എന്നാൽ ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിക്കണമെന്ന് പറയുമ്പം A ഈസ് സിറ്റിംഗ് 2 place away to the left of
ലെഫ്റ്റ് ഓഫ് ബി എന്നാണ് നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. എങ്കിൽ പേടിക്കാൻ ഒന്നുമില്ല. ഒന്ന് ക്ലിയർ ആയിട്ട് ഇത് വായിച്ചു നോക്കിയേ. എ ഈസ് സിറ്റിംഗ് 2 പ്ലേസ് എവേ ടു ദി ലെഫ്റ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ സെയിം തന്നെ. നമ്മളിപ്പോൾ നോർത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ ബീനെ എടുക്കുകയാണെങ്കിൽ 1 2 പ്ലേസ് ലെഫ്റ്റിലോട്ടായിരിക്കും ബി എ. അത് സെയിം മീനിങ് ആണ്. ഇത് രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പം ബേസിക്സ് ആണ് പറയണത്. അതുപോലെ തന്നെ നമ്മളടുത്ത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതിങ്ങനെ there are two people sitting between A and B and A is to the left of B എന്ന് ചോദിക്കുകയാണ്. എന്ന് പറയുമ്പം എക്കും ബിയുടെ ഇടയിൽ 2 പേരുണ്ട്. എന്നാൽ എ എന്ന് പറയുന്നത് ബിയുടെ ലെഫ്റ്റിലാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഇപ്പം നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു, ഒരു 6 പേരെ നമ്മൾ ചുമ്മാ വരയ്ക്കുന്നു. ഗസ്സിങ് നമ്മളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പം നമുക്ക് ഗസ് ചെയ്യാമല്ലോ. അപ്പം ഇപ്പം എ ഇവിടെ എടുക്കുകയാണെങ്കിൽ ബി ഇവിടെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് 2 പേരുടെ ഗ്യാപ്പ് വേണം. അപ്പം എയും ബീൻ്റെ ഇടയിൽ 2 പേരുടെ ഗ്യാപ്പ് വേണമെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 1 2. എന്നാൽ എ ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ബി ആണ്. എ എന്ന് പറയുന്നത് ബിയുടെ ലെഫ്റ്റിലോട്ടാണ്. നോർത്തിലായതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് 1 2 പേര് ഗ്യാപ്പിൽ നമ്മൾ എ ലെഫ്റ്റിൽ എഴുതി. മനസ്സിലായോ? അടുത്ത നമുക്ക് വേറൊരു രീതിയിൽ എക്സാമിന് ചോദിക്കുന്നതാണ്. ആ രീതി നമുക്കൊന്ന് നോക്കാം. അപ്പം അതെന്ന് പറയുമ്പം ഇപ്പം നമുക്കൊരു 2 സെൻറ്റൻസ് തരാണ്. ഈ ഒരു സെൻറ്റൻസ് എ ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ബി എന്ന് ചോദിക്കുകയാണ്. അടുത്ത് എ ഈസ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി എന്ന് ചോദിക്കുകയാണ്. മിക്കവരും ഇത് 2 സെയിം ആണെന്ന് പറഞ്ഞിട്ട് ഒരേപോലെ എഴുതി വയ്ക്കും. എന്നാൽ അത് ഭയങ്കര തെറ്റാണ്. ഇത് 2 സെൻറ്റൻസും ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് പറയുമ്പം എ ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ബി. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിൻ്റെ ഇവിടെ ബി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1 2 3 4 5 6 പേര് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയണം എ ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇത് ബി ആണെങ്കിൽ ഇതാ ഇവിടെ ഇതിൽ ഏത് സ്ഥലത്ത് വേണോ എ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റിൽ എവിടെ വേണോ ഏത് പൊസിഷനിൽ വേണോ എ വരും. ഈ പൊസിഷനിലാവാം, ഈ പൊസിഷനിലാവാം, അല്ലെങ്കിൽ ഇവിടെ ആവാം, എവിടെ വേണോ ആവാം. അത് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മളടുത്ത് അതൊരു കണ്ടീഷനായിട്ടേ തന്നിട്ടുള്ളൂ. എന്നാൽ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിൽ എന്തോന്നാണ് ചോദിച്ചിരിക്കുന്നത്? എ ഈസ് ടു ദി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ബി. എ എന്ന് പറയണ ബീൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ. അപ്പം നമ്മളെ മേളിലോട്ട് നോർത്തിലോട്ട് ഫേസ് ചെയ്താണ് നമ്മൾ വരച്ചത്. ഇപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നോർത്ത് ഫേസ് ചെയ്ത് വരച്ചു. അപ്പം നമ്മളെ ലെഫ്റ്റ് പുള്ളിക്കാരൻ്റെ ലെഫ്റ്റ്. അപ്പം ബിയുടെ ലെഫ്റ്റിലാണ് എ ഇരിക്കണം. അതും ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് എ ഇരിക്കണം. മനസ്സിലായോ? നമ്മളെ ഈ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഉണ്ടല്ലോ, അതിന് നമ്മളെ പല രീതിയിൽ ചോദിക്കും എക്സാമിന്. ഇപ്പം ഇമ്മീഡിയറ്റ് ലെഫ്റ്റിന് പകരം അവർ ചോദിക്കണത് കുറച്ച് ടേംസ് ആയിരിക്കും. ഇത് സെയിം മീനിങ് ആണ്, പക്ഷേ ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷേ അതവർ ഡിഫറെൻറ്റ് വേസിൽ തരും. ഇപ്പോൾ എ ആൻഡ് ബി ആർ നൈബേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാരാണ്? നൈബർ. അതേപോലെ ബിയുടെ നൈബർ എ എന്ന് പറഞ്ഞാൽ ഉടനെ ബിയുടെ അടുത്താണ് എ എഴുതേണ്ട. ലെഫ്റ്റ് ടു ദി നൈബർ എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റിൽ എഴുതണം, റൈറ്റ് ആണെങ്കിൽ റൈറ്റിൽ എഴുതണം. പിന്നെ എ ആൻഡ് ബി ആർ അഡ്ജസൻറ്റ്. എയും ബിയും അഡ്ജസൻ്റ് ആണെന്ന് പറയും. ദെൻ എ ഈസ് ടു നെക്സ്റ്റ് ടു ഈച്ച് അതർ എന്ന് പറയാം. അതും തൊട്ടടുത്തെന്നാണ് പറയണത്. സിറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി, അതും ഇമ്മീഡിയറ്റ്ലി അടുത്താണെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളിനെയാണ് നമ്മൾ ഇത്രയും സെൻറ്റൻസ് പറയുന്നത്. മനസ്സിലായ? നൈബേഴ്സ് എന്ന് പറഞ്ഞാലും അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ടു ഈച്ച് അതർ എന്ന് പറയുമ്പോൾ ആയാലും സിറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ മീനിങ് ആണ്. അത് ബിയുടെ അടുത്താണ് എ ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഞാൻ ബേസിക്സ് പറഞ്ഞു തന്നില്ലേ? ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്ക്. ഇതാണ് ലീനിയർ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവാതെ മര്യാദയ്ക്ക് ഹാപ്പി ആയിട്ടിരുന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ SSC ലെവൽ ക്വസ്റ്റ്യൻസും അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. കാറ്റിന് വന്നിട്ട് ഇതിൻ്റെ നല്ല അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളെ ബേസ് മൊത്തം ക്ലിയർ ആക്കിയതിന് ശേഷമേ നമ്മൾ ഈ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസിലോട്ട് പോവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വരും, 8 people അല്ലെങ്കിൽ 6 people, അങ്ങനെ കുറച്ച് ആളുകൾ വരും. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ദി ആരോയിങ് ഫേസിങ് ദി നോർത്ത്.
നോർത്തിലോട്ട് ഫേസ് ചെയ്ത്, നോട്ട് നെസസറിലി ഇൻ ദി സെയിം ഓർഡർ. ഒരിക്കലും സെയിം ഓർഡറിൽ ആയിരിക്കില്ല. സെയിം ഓർഡറിലാണെങ്കിൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നേരെ ABCDEFGHI എന്ന് വരെ എഴുതിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് സെറ്റായിട്ട് തരും. ഇതാണ് നമുക്ക് അതിൻ്റെ അകത്ത് എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കാറ്റിൻ്റെ അകത്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. സോ നമുക്ക് ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കാം. ആ ലൈനിൻ്റെ അകത്ത് 8 ആളുകളുണ്ട് അല്ലേ? 1 2 3 4 5 6 7 8 ആളുകളുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയണമെന്ന് എടുത്ത് കാണാവൂ, കേട്ടല്ലോ. അപ്പം നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ എന്തോന്നാണ് പറഞ്ഞിട്ടുള്ളത്? സി സിറ്റ് തേർഡ് ടു ദി പ്ലേസ് അവേ ഫ്രം ദി ജി. ജീൻ്റെ 3rd പ്ലേസിലായിരിക്കും സി പറഞ്ഞത്, ലെഫ്റ്റിൽ നിന്ന്. സോ നമുക്കിങ്ങനെ വായിച്ചു നോക്കാം. എക്സാക്ട്ലി 2 people സിറ്റ് ബിറ്റ്വീൻ ദി സി ആൻഡ് ഡി. എയ്തർ H or A is the സോ ജി അടുത്തതാ ജി സിറ്റ് അറ്റ് ദി റൈറ്റ് എൻഡ്. ഇത് ലെഫ്റ്റ് എൻഡ്, ഇത് റൈറ്റ് എൻഡ്. അപ്പം ജി എവിടെ ആയിരിക്കും? റൈറ്റ് എൻഡിലായിരിക്കും. അതെഴുതിയാ. ഇനി ജീൻ്റെ ലെഫ്റ്റിൽ 3ാമത്തെ പൊസിഷനിലായിരിക്കും സി ഉണ്ടായിരിക്കണം. 1 2 3 3ാമത്തെ പൊസിഷനിലായിരിക്കും സി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുവരെ ഓക്കെയാണ്. അപ്പോൾ നമ്മളടുത്ത് അടുത്ത് ചോദിക്കുന്നത് there are exactly 2 people sitting who sit between the 2 പേര് സിൻ്റെ ഇടയ്ക്ക് ഇരിക്കും, സിൻ്റെ ഡിയുടെ. അത് 2 കണ്ടീഷനിലാവും. ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ കണ്ടീഷനിലും ആയിരിക്കും. അപ്പോൾ 2 ആളുകൾ എന്തായാലും കാണും. there is exactly 2 people who sit between the C and D. അപ്പോൾ നമുക്ക് 1 2 ഇവിടെ എഴുതാൻ പറ്റുമോ? ഈ റൈറ്റ് സൈഡിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല, കാരണം ജി ഉണ്ട്. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതാം. 1 2 അങ്ങനെ ഡി എഴുതി. മനസ്സിലായ? അപ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം ടിക്കറ്റ് വയ്ക്കാം. എത്ര കിട്ടിയത് ഏതൊക്കെയാണ്? ജി കിട്ടി, ഇത് സി, ഇത് ബി എഴുതി, ദെൻ ഡി എഴുതി. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. എയ്തർ H or A. ഇത് ശ്രദ്ധിച്ച് കേൾക്കാം. ഇതൊക്കെ നല്ല നോട്ട് ചെയ്ത് വെക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. എയ്തർ H or A ഈസ് ദി നൈബർ ഓഫ് ഇ ആൻഡ് ജെ. ഇയുടെയും ജെയുടെയും ജീൻ്റെയും നൈബേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ H ആയിരിക്കും അല്ലെങ്കിൽ A ആയിരിക്കും. മനസ്സിലായ? അപ്പം നമുക്ക് വേറൊന്ന് ചോദിക്കുകയാണ്. എഫ് ഈസ് ദി അഡ്ജസൻറ്റ് ടു ദി ബോത്ത് ഡിയും എയും. എൻ്റെയും ഡിൻ്റെയും 2ൻ്റെയും അഡ്ജസൻറ്റ് ബോത്ത് എഫ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഇടയിലായിരിക്കില്ല എഫ് പറഞ്ഞത്. അല്ലാതെ അടുത്ത് അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നൈബറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല അഡ്ജസൻ്റ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. എ ആൻഡ് ബി ആർ അഡ്ജസൻ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു തന്നില്ല, കഴിഞ്ഞ ഇപ്പം ബേസിക്സ് പറഞ്ഞു തന്നപ്പോൾ. സോ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ട് ഡിയും എയും അതിൻ്റെ അടുത്ത അഡ്ജസൻ്റ് ആണ് എഫ്. നമുക്ക് എഫ് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല, കാരണം നമുക്ക് എയുടെയും കൂടിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോന്ന്, എ ഇവിടെ ആയിരിക്കും. സോ എങ്കിലേ എഫ് നടുക്ക് വരുള്ളൂ. മനസ്സിലായ? അപ്പോൾ അതും ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഒന്നെങ്കിൽ ഈ ജീൻ്റെയും ഇൻ്റെ അടുത്തുള്ള ആളുകൾ ആരൊക്കെ ആയിരിക്കണം? ഒന്നെങ്കിൽ H അല്ലെങ്കിൽ A ആയിരിക്കണം. ഇതിൽ 2ൽ ആരെങ്കിലും ഒരാളായിരിക്കണം എന്തോന്ന്, ജീൻ്റെയും ഇൻ്റെയും അടുത്തിരിക്കേണ്ട ആളുകൾ. അപ്പോൾ നമ്മൾ A എന്തായാലും ഇരുത്തി. അപ്പോൾ ഇനി H മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈയുടെ അടുത്തും കൂടി H ഇരിക്കണമെന്ന്. അപ്പോൾ നമുക്ക് H ഇവിടെ വയ്ക്കാം, എങ്കിൽ E ഇവിടെ വയ്ക്കാം. സോ H ഇവിടെ എഴുതിയാൽ പോരെ. അപ്പോൾ നമ്മൾ ഇൻ്റെയും ജീൻ്റെയും നൈബേഴ്സ് ആരായി? H അല്ലെങ്കിൽ A. അപ്പം A ഇവിടെ എഴുതിയുകൊണ്ട് നമുക്ക് H അവിടെ എഴുതിയല്ലേ പറ്റുള്ളൂ, എങ്കിലല്ലേ 2 പേർക്കും ഒരേപോലെ ആവുള്ളൂ. സോ കിട്ടി. പിന്നെ നമുക്ക് റിമൈനിങ് ആരാണുള്ളത്? B ആണുള്ളത്. ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കണതാണ് ഞാൻ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്, അത് നിങ്ങൾ മാറ്റി. സോ അടുത്ത് നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹു എമംഗ് ദി ഫോളോയിങ് ഈസ് അറ്റ് ദി ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡിൽ ആരാണ്ടാ ഉള്ളത്? നമുക്കൊരു പച്ചമഷി എടുക്കാം. ആരാണുള്ളത്? B ആണുള്ളത്. സോ ഓപ്ഷൻ B. സോ വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ഇ? ഇയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഡി. ഡിന്ന് ഡി റെസ്പെക്ട് ചെയ്തിട്ട് ഇയുടെ പൊസിഷൻ എവിടെയാണ്? 1 2 3 4. അപ്പോൾ നമുക്ക് നോക്കാം. 2 ടു ദി റൈറ്റ്. ഇ വിത്ത് റെസ്പെക്ട് ടു ഡി 1 2 ആണ്. അല്ല, അപ്പം നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ അല്ല. സോ നമ്മളെ സെക്കൻഡ് ടു ദി റൈറ്റ് അല്ല. അടുത്ത് 2 സെക്കൻഡ് ടു ദി ലെഫ്റ്റ്. ഡിയുടെ സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ആണോ? അല്ല, അതും തെറ്റ്. അടുത്ത് 3rd ടു ദി റൈറ്റ് ഓഫ് ഡി ആണോ? 1 2 3 ആണോ? അല്ല, സി ആണ് നടക്കണം, അതും തെറ്റ്. അടുത്ത് 4th ടു ദി റൈറ്റ്. 1 2 3 4. അപ്പം ശരിയല്ലേ? ഇ എന്ന് പറയണത് 4th ടു ദി റൈറ്റ് ഓഫ് ഡി അല്ലേ? അപ്പം നമ്മളെ ഓപ്ഷൻ ഡി ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ ലീനിയർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്.